നമസ്കാരം. ജീവൻ ജനഹിതം 2026 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവൻ ജനഹിതം ഇന്ന് ജനഹിതം തേടുന്നത് പറവൂർ നിയമസഭാ മണ്ഡലത്തിലാണ്. പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനാണ്, സിറ്റിംഗ് MLA ആയ വി ഡി സതീശനാണ് ഇവിടെ UDF നിന്ന് ജനവിധി തേടുന്നത്. 2001 മുതൽ വി ഡി സതീശനാണ് ഇവിടെ സിറ്റിംഗ് MLA. തൊട്ടടുത്ത് LDF നിന്ന് CPIയുടെ ET ടൈസൺ മാസ്റ്റർ മത്സരിക്കുന്നു, LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. NDAയിൽ നിന്ന് വത്സല പ്രസന്നകുമാരിയാണ് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. പറവൂർ നിയമസഭാ മണ്ഡലത്തിലെ ജനഹിതം തേടുകയാണ് ഇന്ന് ജീവൻ ജനഹിതം. കേരളം വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന നിയമസഭാ മണ്ഡലമാണ് പറവൂർ നിയമസഭാ മണ്ഡലം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മണ്ഡലം കൂടിയാണ്. 2001 മുതൽ വി ഡി സതീശനാണ് ഇതുവരെ ഇവിടെ മത്സരിച്ച് വിജയിച്ചിരിക്കുന്നത്. 2016 CPIയുടെ ശാരദാമോഹൻ തോൽപ്പിച്ചാണ് വി ഡി സതീശൻ പറവൂരിൽ നിന്ന് വിജയിച്ചത്. ഒപ്പം BDJSന്റെ ഹരി വിജയനായിരുന്നു. 28,097 വോട്ടുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 20,364 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് 2016 സിറ്റിംഗ് MLA ആയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. 2021 വി ഡി സതീശന് 82,264 വോട്ടുകളാണ് ലഭിച്ചത്. 21,301 വോട്ടാണ് ഭൂരിപക്ഷം ലഭിച്ചത്. 2021 60,963 വോട്ടുകൾ ലഭിച്ച MT നിക്സൺ, CPIയിലെ MT നിക്സനെയാണ് 2021 വി ഡി സതീശൻ തോൽപ്പിച്ചത്. BDJSൽ നിന്ന് AB ജയപ്രഭയാണ് 12,964 വോട്ടുകൾ നേടി. 2001 മുതൽ ഇതുവരെ സിറ്റിംഗ് MLA ആയ വി ഡി സതീശനാണ് പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ജീവൻ ജനഹിതം 2026 നമ്മോടൊപ്പം ചേരുകയാണ്. അല്ല, ഞങ്ങൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ 2,000 രൂപയിൽ നിന്ന് 3,000 രൂപയാക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ചില സ്വപ്ന പദ്ധതികളുണ്ട്. എല്ലാം വെൽ പ്രിപ്പയർഡാണ്, പ്രോജക്റ്റാണ്. ഞങ്ങൾ 2 വർഷമായി കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഇതൊരു വെറും ഒരു ഡോക്യുമെൻ്റ് അല്ല. ഇത് ആരോഗ്യ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, വ്യാവസായിക രംഗത്ത്, കാർഷിക രംഗത്ത് എല്ലാം പഠിച്ച് തയ്യാറാക്കിയിരിക്കുന്ന വിദഗ്ധരായ ആളുകളുടെ സഹായത്തോടു കൂടി തയ്യാറാക്കിയിരിക്കുന്ന ഡോക്യുമെൻ്റ് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി. ആദ്യമാണ്, ഫസ്റ്റ് ടൈം ഇൻ ദ കേരള ഹിസ്റ്ററി, ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്രായോഗിക വശം, അതിൻ്റെ സാമ്പത്തിക വശം എല്ലാം ഞങ്ങൾ നന്നായി സ്റ്റഡി ചെയ്തിട്ടാണ്. ഇത് കേരളത്തെ മാറ്റിയെടുക്കും, ഇത് ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും, ഞങ്ങളിത് നടപ്പാക്കും. അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിനൊരു മാറ്റം ഉണ്ടാവും, സമഗ്രമായ മാറ്റമുണ്ടാകും. തീർച്ചയായും യുവാക്കൾക്കും വനിതകൾക്കും പ്രത്യേകം പരിഗണന നൽകുന്ന ഒരു സർക്കാരാണ് UDF എന്ന് ഫ്രം ദ ബിഗിനിങ് താങ്കൾ പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കും അത്? ഉറപ്പായിട്ടും. കാരണം യുവാക്കൾക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല തൊഴിൽ, സംരംഭങ്ങൾ തുടങ്ങാനുള്ള സഹായം ഇതെല്ലാം ഉണ്ടാവും. സ്ത്രീകൾക്ക് പ്രത്യേകമായ പ്രൊട്ടക്ഷൻ ഉണ്ടാവും, അവർക്ക് സപ്പോർട്ട് ഉണ്ടാവും. ഞങ്ങൾ ഈ കുടുംബശ്രീ സംവിധാനങ്ങളെല്ലാം അവരെ സാമ്പത്തികമായി സ്വയം പര്യാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് മാറ്റും. അപ്പോൾ സ്ത്രീകൾക്ക് ആരെ ആശ്രയിക്കാതെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് സ്വന്തം വരുമാനം ഉണ്ടാക്കി ജീവിക്കാൻ കഴിയുന്ന ചെയ്യാം. ഉറപ്പായിട്ടും ഞങ്ങൾ ജനഹിതം തേടി നടന്നപ്പോൾ എല്ലാ ജനങ്ങളുടെ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക് UDF വന്നാൽ മാറിയും എന്ന് തന്നെയാണ്. ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാകും. പ്രത്യേകിച്ച് സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുക, അവർ പ്രവർത്തിക്കുന്ന മേഖലകളിൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പ്രത്യേകമായി പരിഗണിക്കും. യുവജനങ്ങൾക്ക് പുറത്തു പോയി ജോലി ചെയ്യേണ്ടി വരില്ല എന്നുള്ള താങ്കളുടെ അതാണ്. അവർക്ക് ഇവിടെ വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റും. വിദ്യാഭ്യാസം നടത്തിക്കഴിഞ്ഞാൽ തൊഴിൽ അല്ലെങ്കിൽ സംരംഭം തുടങ്ങാനുള്ള സംവിധാനമാണ് വലിയ മേജർ പ്രോജക്റ്റായിട്ട് ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. ഒപ്പം തന്നെ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഒരു സ്വപ്നമാണ് കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവുന്നുള്ളത്. എങ്ങനെയാണ് കേരളത്തിലെ നേതാക്കൾക്ക് അതിനോടുള്ള ഒരു അപ്രോച്ച്? അല്ല, വനിതാ മുഖ്യമന്ത്രി വന്നാൽ നല്ല കാര്യം, ഞങ്ങളെല്ലാവരും അതിനെ പിന്തുണയ്ക്കും. സ്ത്രീ സംവരണം എത്രമാത്രം നമുക്കത് കൊടുത്തിട്ടില്ല. നമുക്ക് വേണ്ട രീതിയിൽ സ്ത്രീകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാനതൊരു കുറ്റസമ്മതം നടത്തുകയാണ്. ഞാനത് അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള പരിഗണന കോൺഗ്രസ് ലിസ്റ്റിലില്ല.
അതെനിക്ക് എല്ലാവർക്കും താങ്കളുടെ ഒരു പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഞങ്ങൾ ജനഹിതം തേടിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക് തന്നെയാണത്. ആ ഒരു പ്രതീക്ഷ ഞങ്ങളും വച്ചു പുലർത്തും. ഉറപ്പായിട്ടുണ്ടാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ എൻ്റെ നിയോജകമണ്ഡലത്തിലാണെങ്കിലും ഞങ്ങൾ എല്ലാ സ്കീമും ചെയ്യുന്നത് സ്ത്രീകളെ ബേസ് ചെയ്തിട്ടാണ്. കാരണം ഇപ്പോൾ ഞങ്ങൾ 25 കോടി രൂപ ലോണായിട്ട് കൊടുത്തു സ്ത്രീകൾക്ക്. വട്ടിപ്പലിശക്കാരെ ഒഴിവാക്കുന്നതിന് വേണ്ടി കൊടുത്തതാണ്. അതിൻ്റെ തിരിച്ചടവെന്ന് പറയുന്നത് 100% സ്ത്രീകൾ തിരിച്ചടയ്ക്കുന്നത് പൈസ. അപ്പോൾ നമുക്ക് വീണ്ടും കൊടുക്കാൻ പറ്റും. വീണ്ടും അപ്പോൾ ഈ പുരുഷന്മാർ അതുപോലെ അല്ല. പറഞ്ഞ ഇലക്ഷൻ കാലമാണ്, പുരുഷന്മാരെതിരാവും എനിക്ക്. മറ്റൊരു കാര്യം കൂടി, നമ്മൾ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. കൊലീബി സഖ്യം എന്നുള്ളൊരു പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഒരു ഭാഗത്തുനിന്ന് വന്ന ഒരു കാര്യം, ആലപ്പുഴയിൽ CPM-ന്, അതായത് LDF-ന് ജി സുധാകരൻ ഇത്രയും ഒരു ഗതികേട് വന്നിട്ടുണ്ടോ BJP-യുടെ വോട്ട് സ്വീകരിക്കാൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. മുഖ്യമന്ത്രി ഞാൻ ആ ഡീലാണെന്ന് പറഞ്ഞപ്പോൾ പ്രതിരോധത്തിലായി. പിന്നെ ഓരോ ദിവസം പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ 1977 RSSൻ്റെ പിന്തുണയോടുകൂടി അസംബ്ലിയിൽ ജയിച്ചു വന്ന ആളെ പുള്ളി ആണല്ലോ. 1977 മാർച്ച് 4 ദേശാഭിമാനിയിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ജനസംഘം വർഗീയ കക്ഷിയല്ല, അവർ ന്യൂനപക്ഷങ്ങൾക്ക് എതിരല്ല, ന്യൂനപക്ഷങ്ങൾക്ക് അവരെതിരാണെന്ന് കോൺഗ്രസ് വെറുതെ അവരുടെ മീതെ കെട്ടിച്ചമച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ജനസംഘത്തിൻ്റെ വൈറ്റ് വാഷിയാണ് 77. അന്നാണ് പിണറായി വിജയൻ അവരുടെ സഹായത്തോടെ ജയിച്ചു വന്നത്. ജയിച്ചു വന്നതിന് ശേഷം 1-ാം നമ്പർ കാറ് മാറ്റിയിട്ടിട്ട് വേറൊരു കാറിൽ കയറി മസ്കറ്റ് ഹോട്ടലിൽ വന്ന് ശ്രീ എമ്മിൻ്റെ സാന്നിധ്യത്തിൽ RSSകാരുമായി ചർച്ച നടത്തിയില്ല എന്ന് ഞാൻ ചോദിച്ചു അസംബ്ലിയിൽ, ഇങ്ങനെ നേരിട്ട്. അപ്പോൾ താഴേക്ക് കുനിഞ്ഞിരുന്നു, മറുപടി പറയാതെ. അതാണ് പിണറായി വിജയൻ, മനസ്സിലായി. അപ്പോൾ അദ്ദേഹം വായി തോന്നണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടൊരു പരസ്യ സംവാദത്തിന് മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല? ഇന്നലെയും ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം താങ്കളെ ആക്രമിക്കുന്നത് കണ്ടത്. കാരണം UDF അധികാരത്തിൽ വരില്ല, വന്നാലും ഒരു വരണ്ട നിലം പോലെയാണെന്നാണ് അദ്ദേഹം നേരിട്ട് വരാത്തതിൻ്റെ പ്രശ്നം. ചോദിക്കുന്നതിനപ്പം മറുപടി പറയണമല്ലോ. ഇപ്പം ചോദിക്കുന്നതിന് മറുപടി പറയില്ലേ. ഫേസ്ബുക്കിലെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു 4,43,000 വീടുകൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണിതു. അപ്പോൾ അദ്ദേഹം അതിനെ കൗണ്ടർ ചെയ്തു, 4,000 വീടേ പണിതുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർ തന്നെ നിയമസഭയിൽ തന്ന മറുപടി ഡോക്യുമെൻ്റ് ഹാജരാക്കി. അപ്പം മിണ്ടാട്ടമില്ല. ഫേസ്ബുക്കിലാകുമ്പോൾ പിറ്റേ ദിവസം മറുപടി പറയണ്ടല്ലോ. നേരിട്ടുള്ള ചർച്ചയിലാണെങ്കിൽ ഞാൻ ചോദിക്കില്ലേ, പറയൂ മറുപടി എന്ന് ചോദിക്കില്ലേ. അപ്പം മറുപടി പറയാനില്ല. നേരിട്ടാകുമ്പോൾ പല കാര്യത്തിലും മറുപടി പറയാൻ പറ്റില്ല. പിന്നെ ഇഷ്ടംപോലെ നുണകൾ പറയും. അതായത് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധം ഉണ്ടായിട്ടില്ല എന്ന് മുഖ്യമന്ത്രി. അപ്പം ഞാൻ ജമാഅത്ത് ഇസ്ലാമി നല്ലതാണ്, കൊള്ളാം എന്നൊക്കെ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഇദ്ദേഹം പറയുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഹാജരാക്കി. അപ്പോൾ സമ്മതിച്ചു കുറേ ബന്ധമുണ്ടായി. RSSുമായിട്ട് ഒരു കാലത്തും ബന്ധമുണ്ടായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ RSSുമായിട്ട് ചില കാലത്ത് ബന്ധം ഉണ്ടായിട്ടുണ്ട്, ചില കാലത്ത് ബന്ധം ഉണ്ടായിട്ടില്ല എന്നുള്ള വീഡിയോ ക്ലിപ്പ് ഹാജരാക്കി. ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എവിഡൻസ് SDPI PDP കൂട്ടുകെട്ട് പരസ്യമായി അവർ സമ്മതിച്ചു കഴിഞ്ഞോ കിട്ടുന്നുണ്ടെന്ന്. അതല്ല, നിങ്ങൾ ആലോചിക്കേണ്ടത് 4 പതിറ്റാണ്ട് കാലത്ത് അവരുടെ കൂടെയായിരുന്നു ജമാഅത്ത് ഇസ്ലാമി. അപ്പം ജമാഅത്ത് ഇസ്ലാമി മതേതര പാർട്ടി. അവരൊരു പാർട്ടി രൂപീകരിച്ചു 2019 തൊട്ട്, വെൽഫെയർ പാർട്ടി. ഞങ്ങൾക്ക് പിന്തുണ കൊടുത്തപ്പോൾ ഒരു വർഗീയ പാർട്ടി. എന്തൊരു ബഹളമായിരുന്നു 6 മാസം. ഇപ്പോൾ അവരുടെ കൂടെ RSS ഉണ്ട്, SDPI ഉണ്ട്, PDP ഉണ്ട്, എല്ലാ കുഴപ്പക്കാരും ഉണ്ട് അവരുടെ കൂടെ. എന്നിട്ട് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുക. എന്നിട്ട് വെറുതെ വന്ന് നിങ്ങളോട് പറയും 4 വോട്ടിന് വേണ്ടി ഒരു രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കില്ല. ഇങ്ങനത്തെ വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിന് ഭാഷാ പണ്ഡിതൻ്റെ അവാർഡ് കൊടുക്കേണ്ട. ഇവിടുത്തെ വികസനത്തിനനുസരിച്ച് എങ്ങനെ കോട്ട് ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കും. ഒരുപാട് പുനർജനി പദ്ധതി പ്രകാരം ഒരുപാട് പേർക്ക് വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. VD സതീശൻ ഉറപ്പായിട്ടും വരും. ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര, വോട്ടിനാൽ തിരുത്തണം വഴി പിഴച്ച ചുവടുകൾ. ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര. പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് CPI-യിൽ നിന്ന് ET ടൈസൺ മാസ്റ്ററാണ്. വളരെ ആത്മവിശ്വാസത്തിലാണ് ടൈസൺ മാസ്റ്റർ. പുത്തൻ മാവേലിക്കര ഗ്രാമപഞ്ചായത്തിലാണ് അദ്ദേഹം ജനവിധി തേടുന്നത്. പറവൂർ നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി CPI-യിലെ ശ്രീ
E.T. ടൈസൺ മാസ്റ്ററാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹം ഇപ്പോൾ ജനവിധി തേടുന്നത് പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്തിലാണ്. നമുക്ക് അദ്ദേഹത്തോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് ഇപ്പോൾ പുത്തൻവേലിക്കരയിലാണ്? ആദ്യമേ ചോദിക്കട്ടെ, എത്ര റൗണ്ടായി ഇപ്പോൾ ഈ ഒരു പര്യടനം? ഞങ്ങളുടെ പര്യടനത്തിൻ്റെ 2ാം ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ റൗണ്ട് നമ്മൾ എല്ലാ പഞ്ചായത്തുകളും നമ്മൾ കയറി അവിടുത്തെ ആളുകൾ. ഇപ്രാവശ്യം ഉണ്ടായ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പഞ്ചായത്ത് തന്നെ കൂടുതൽ സമയം എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. ഇപ്പോൾ 2ാം റൗണ്ടിൽ നമ്മൾ നിൽക്കുന്നു. അത് വളരെ വേഗത്തിൽ ആ റൗണ്ട് കഴിയും. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ ഒന്നും കൂടെ റൗണ്ട് ചെയ്യാനുള്ള സമയം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. വെച്ചാൽ വളരെ പരിമിതമായ സമയത്തിനുള്ളിലും പരമാവധി ആളുകളെ കാണാനാണ് ശ്രമിക്കുന്നത്. പൊതുവേ ഒരു ട്രെൻഡ് എങ്ങനെ തോന്നുന്നുണ്ട്? LDF അനുകൂലമാണോ? കേരളത്തിൽ പൊതുവെ കാണുന്നൊരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് ഒരു ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി ഉണ്ടെന്നാണ്. അങ്ങനെ സ്ഥിതി ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീടുകൾ, ഏത് വീടെടുത്താലും ആ വീട്ടിൽ ഒരു ഗവൺമെൻറ് ഒരു സഹായം കിട്ടിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായി ഇപ്രാവശ്യവും ജനങ്ങൾ വിധി എഴുതുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 2016 20,000 വോട്ടുകളുടെ ഭൂരിപക്ഷം 22,000, അത് കൂടി 2021 വന്നപ്പോൾ ഒരു 1,000 കൂടി. ഇനി ഈ പ്രാവശ്യവും അതിനേക്കാൾ കൂടും എന്നാണ് UDF ക്യാമ്പിലെ ആത്മവിശ്വാസം. എങ്ങനെയാണ്? അത് അവരുടെ ആത്മവിശ്വാസമാണ്. ഇവിടെ നമുക്ക് പൊതുവായി കാണുന്ന കാര്യങ്ങൾ, ഓരോ പഞ്ചായത്തിലെയും വികസന പ്രശ്നങ്ങൾ നല്ലവണ്ണം ഉണ്ട്. അത് കാലങ്ങളായി ഇത്രയും നാൾ ദീർഘമായിട്ടുള്ളൊരു സമയം അനുവദിക്കപ്പെട്ടിട്ടും അത് ചെയ്തില്ല എന്നുള്ള പൊതുവികാരമാണുള്ളത്. ഇവിടുത്തെ വികസന രംഗത്തുള്ള പ്രശ്നങ്ങൾ ആളുകളിപ്പോൾ നന്നായി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് ചെയ്യാനുള്ള സമയം കൊടുത്തിട്ട് ചെയ്തില്ല എന്നുള്ള വികാരം ഇവിടെ പ്രത്യക്ഷമാണ്. ഇവിടെ പുത്തൻവേലിക്കര വരുമ്പോൾ ഇപ്പോൾ എത്രയോ ആളുകളായി ഞങ്ങളെ കാണുന്നു, പറയുന്നു, ഓടി വന്നാണ് പറയുന്നത്, ഞങ്ങളോട് പറയുന്നു ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം ഞങ്ങൾ മടുത്തെന്നാണ് പറയുന്നത്. മടുത്ത് പറയാൻ അത്രയും വലിയ കുടിവെള്ള ക്ഷാമവും പ്രശ്നവും പരിഹരിക്കാൻ അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയുന്നല്ല. അദ്ദേഹം ഒരു ക്യാബിനറ്റ് റാങ്കുള്ള ആളാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരുപാട് അവസരമുണ്ട് ചെയ്യാനുള്ളത്. പിന്നെ കിഫ്ബി മുതലായിട്ടുള്ള നല്ല പദ്ധതികളുണ്ട്. അതിൽ നിന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് താല്പര്യമെടുത്താൽ ആ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓരോ പ്രദേശത്തെയും വികസന പ്രശ്നം, വികസന മുരടിപ്പാണ് ഇന്ന് ഈ ജനങ്ങൾ നല്ലപോലെ ഞങ്ങളോട് പറയുന്നത്. എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത് ഈ മണ്ഡലത്തിൽ? ഇത് തന്നെയാണ് നമ്മുടെ ഉത്തരം. ഓരോ പ്രദേശത്തും ആളുകൾ പറയുന്നത്, നമ്മൾ ഒരു LDFൻ്റെ പൊതുവായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വികസനം എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് ജനങ്ങൾ. അതാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. ഗ്രാമസഭ നമുക്ക് അങ്ങനെ കാഴ്ചപ്പാടുണ്ടാകുന്നത്, അവിടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത്, പ്രൊജക്റ്റ് രൂപീകരിക്കുന്നത്, അങ്ങനെ ഒരു തലമുണ്ട്. അതൊരു ജനകീയ പ്രവർത്തനത്തിൻ്റെ തലമാണ്. അല്ലാണ്ട് ഏതെങ്കിലും ഒരു MLA അല്ലെങ്കിൽ MP അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂടി നടത്തുന്ന ഒരു സാധനമല്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഓരോ സ്ഥലത്തെയും പ്രശ്നം പറയുമ്പോൾ നമുക്കറിയാം, അതിൻ്റെ ഗ്രാവിറ്റി നമുക്കറിയാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞ നേരത്തെ കുടിവെള്ളം പറഞ്ഞു. അപ്പുറത്ത് വരുമ്പോൾ വേറൊരു വിഷയം വരുന്നു. വേറെ സ്ഥലത്തൊരു പാലത്തിൻ്റെ വിഷയം വരുന്നു. പാലം നിർമ്മിക്കപ്പെട്ടിട്ട് കാലങ്ങളായി അപ്രോച്ച് റോഡില്ലാത്ത വിഷയം പറയുന്നു. കുടിവെള്ളത്തിൻ്റെ ജലസംഭരണി മുകളിലുണ്ടാക്കി, പക്ഷേ സംഭരണി മാത്രമേ ഉള്ളൂ. 6-7 കൊല്ലമായിട്ട് കണക്ഷൻ അവിടെ കൊടുക്കാത്ത വിഷയം പറയുന്നു. നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് പറയുന്നു. ഇവിടുത്തെ താലൂക്ക് ആശുപത്രിയെക്കുറിച്ച് പറയുന്നു. നമ്മുടെ കോടതിയെ സംബന്ധിച്ച്, പറവൂർ കോടതിയെ സംബന്ധിച്ച് നിരവധിയായിട്ടുള്ള ഓരോ പ്രദേശത്തും ഓരോ വിഷയമുണ്ട്. ആ വിഷയമാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള പരിഹരിക്കേണ്ടത്. അത് ജനം പറയുന്ന വിഷയമാണ്. ജനം പറയുന്ന വിഷയം ഏറ്റെടുത്ത് നടക്കുക എന്നാണ് പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിട്ടുള്ള തീരുമാനം. തെരഞ്ഞെടുപ്പ് എത്രയും പെട്ടെന്ന് വന്നത്, അതായത് ക്യാമ്പയിൻ ചെയ്യാനുള്ള ഒരു സമയം കുറവ് ഉണ്ടായി എന്ന് തോന്നുന്നുണ്ടോ? പക്ഷേ LDFനെ സംബന്ധിച്ചതില്ല, നേരത്തെ തന്നെ എല്ലാം ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് പക്ഷേ സമയം കുറഞ്ഞു പോയി ക്യാമ്പയിനിങ്ങിന്, അങ്ങനെ തോന്നുന്നുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയ പ്രവർത്തനവും തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യണതും തമ്മിൽ അങ്ങനെ കൂട്ടി കാണുന്നില്ല. ഇത് എല്ലാ ദിവസവും നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഞങ്ങൾക്ക് ഈ ഫോം പൂരിപ്പിച്ചു കൊടുക്കുമ്പോഴും മുഖ്യമന്ത്രി ചികിത്സാ സഹായം ചെയ്തു കൊടുക്കുമ്പോഴും വീട് വെച്ച് കൊടുക്കുമ്പോഴും ഈ പ്രവർത്തനം നാട്ടിൽ അത് തന്നെയല്ലേ ഞങ്ങൾ നാട്ടുകാരോട് പറയാനുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. ക്യാമ്പയിൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അങ്ങനെ നാട്ടിനുള്ളിൽ നിൽക്കുന്ന ആളുകളാണ് എല്ലായിടത്തും ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ആളുകൾ. ഇവിടെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ഈ സംവിധാനം റെഡിയാണ്. അതിൻ്റെ കമ്മിറ്റികൾ മറ്റു മറിച്ചൊക്കെ ഉണ്ട്. പിന്നെ നല്ല 5 കൊല്ലമാകുമ്പോൾ ഏകദേശം നമുക്കറിയാമല്ലോ, ഒരു മെയ് മാസത്തിനുള്ളിൽ പുതിയ ഗവൺമെൻറ് വരണം. അതിനു മുമ്പ് നമുക്ക് പ്രവർത്തനം നടത്തുന്നുള്ള നല്ല ബോധ്യം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ഈ ചുരുങ്ങിയ സമയം എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല. അത് വളരെ വേഗത്തിൽ, പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ അല്ലേ, നല്ല ചൂടുള്ള സമയത്ത് കൂടുതൽ ദിവസം കിട്ടിയാൽ ഉള്ള പ്രശ്നവും വലുതാണ്. അപ്പോൾ അതൊക്കെ കുറഞ്ഞത് നന്നായി എന്നാണ്
തെരഞ്ഞെടുപ്പ് അങ്ങനെ ചൂട് അല്ലേ, വലിയ മൂർധന്യാവസ്ഥയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ LDFിലെ ഈ വിമത നീക്കങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പം നമുക്കറിയാം സുധാകരൻ, PK ശശി, അങ്ങനെ ലിസ്റ്റുകൾ നീളുകയാണ്. ഇതൊക്കെ LDFിന് എത്തരത്തിൽ ഇതൊരു പ്രശ്നങ്ങളായി തീരും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൽ പലപ്പോഴും അങ്ങനെയുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണ്ണയം വരുമ്പോൾ അല്ലെങ്കിൽ വേറെ ഒരു കാര്യം വരുമ്പോഴൊക്കെ അങ്ങനെയുണ്ട്. അത് കാലാകാലങ്ങളിൽ വരുന്ന ഒരു ഉള്ളൂ. അത് കുറച്ച് സമയം ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവർ എടുത്ത നീക്കം എത്രത്തോളം സഹായിച്ചിട്ടുമില്ലെന്ന്. ഞങ്ങളങ്ങനെ വേറെ അതിൽ കാണുന്നില്ല. ഇതെല്ലാം നമുക്ക് അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ LDF സ്ഥാനാർത്ഥികളുടെ വിജയത്തെ ബാധിക്കും എന്ന രീതിയിലും തോന്നുന്നില്ല. നമ്മൾ ജയിച്ചു വരാവുന്ന രീതിയിൽ കുറച്ച് വോട്ടിൻ്റെ ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടുണ്ടാവും. അത് ജനവും തിരിച്ചറിയുമല്ലോ. എല്ലാവരും നല്ലോണം പരിഗണിച്ചത് ആൾ തന്നെയല്ലേ ഇവിടുത്തെ പാർട്ടിയും പ്രസ്ഥാനവും ഒക്കെ അങ്ങനെ പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ജനത്തിന് മാറ്റി ചിന്തിക്കാൻ വഴിയില്ല. ഇവിടെ എല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കൊലീബി സഖ്യം എന്നുള്ളൊരു കാഴ്ചപ്പാട് നേരത്തെ തുടങ്ങി തന്നെ മുഖ്യമന്ത്രി പറയുന്നതാണ്. കോൺഗ്രസ്, ലീഗ്, BJP. പ്രത്യേകിച്ച് ഇപ്പോൾ സുധാകരൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞൊരു കാര്യം, സപ്പോർട്ടുണ്ട്, BJPയുടെ സപ്പോർട്ട് സുധാകരനുണ്ട് എന്ന്, 5000-ഓളം വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ BJPയുടെ വോട്ട് തേടിയാണ് സുധാകരൻ. അപ്പോൾ ഒരു കൊലീബി സഖ്യം ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നതിൽ അർത്ഥമുണ്ടല്ലോ. ഉറപ്പായും മുഖ്യമന്ത്രിയൊക്കെ എത്രയോ നാളത്തെ പരിണിതപ്രജ്ഞനായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ്. അവർക്കൊക്കെ ഓരോ ചെറിയ ചലനങ്ങൾ പോലും അവർക്കറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഉയർന്ന ആളുകളാണ്. ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം കോൺഗ്രസ് പറഞ്ഞത് LDF ആയിട്ട് BJP ഡീലുണ്ടെന്നാണ്. ആരും വിശ്വസിക്കാനെന്ന് പറഞ്ഞു. LDF ആയിട്ട് BJP എന്ന് പറഞ്ഞാൽ ആളുകളിത് വളരെ തമാശയായിട്ട് കാണുന്നൊരു കാര്യം മാത്രമാണ്. ഇവിടെ അതേ സമയത്ത് പല പ്രാവശ്യവും കേരളത്തിൽ ഈ പരീക്ഷണം അവർ നടത്തിയാണ്. കൊലീബി സഖ്യം എന്ന് പറഞ്ഞാൽ മറ്റേ വേറെ ഏത് പദപ്രയോഗം കൊടുത്താലും ഈ രീതിയിലുണ്ട്. ഇപ്പോഴും ഉള്ള സഖ്യം BJP ആയിട്ടുള്ള സഖ്യം സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള നിലപാട് മുഖ്യമന്ത്രി 2 ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ നിലപാട്. ഇപ്പോൾ SDPI, BDP പോലുള്ള സംഘടനകളുടെ ഈ ഒത്തുചേരൽ, അവരുടെ ഒരു സപ്പോർട്ട്, അത് ഗുണം ചെയ്യുമോ അതിനേക്കാൾ ഏറെ ദോഷമായിരിക്കും ഉണ്ടാവുക? ഞങ്ങളങ്ങനെ ഒരാളുകളെയും പ്രത്യേകിച്ച് BDP, SDPI മറ്റത് മറിച്ചത് അങ്ങനെ രീതിയിലുള്ളൊരു സപ്പോർട്ട് വാങ്ങിയ ആളുകളല്ല. അതേസമയത്ത് വ്യക്തിപരമായി ബാക്കിയുള്ള രീതിയിൽ ഒരാൾ സപ്പോർട്ട് ഇങ്ങോട്ട് തരും എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചിലപ്പോൾ കാണാറുണ്ട് ദൃശ്യമാധ്യമങ്ങളിൽ. അല്ല, പത്രദൃശ്യമാധ്യമങ്ങളിലെന്ന് പറയും ഓരോരുത്തർ സപ്പോർട്ട് തരുന്നവരും അയാളുടെ ഇതൊക്കെ നോക്കിയിട്ട് ഇയാൾ ഇതെന്നാണോ ഇന്നാണോ നോക്കി നടന്നിട്ട് പറയുന്നത്. ഞങ്ങൾക്കൊരു നയമുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നയമുണ്ട്. എല്ലാ തരം വർഗീയതയും എതിർക്കുന്നതാണ്. അത് BJP മാത്രമല്ല, ഏതെല്ലാം വർഗീയത ശക്തികളുണ്ടോ ആ ശക്തികളൊക്കെ വളരെ കണിശമായി എതിർക്കുക എന്നുള്ള വോട്ട് തരും എന്ന് പറയുന്ന അവരല്ലേ, തരും എന്ന് പറയുന്ന അവരാണ്. അങ്ങനെ പറയുന്നവരുണ്ടാവും. അത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല അത്തരം കാര്യങ്ങൾ. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ അവരൊരു കാര്യം മാത്രമാണ്. അല്ലാതെ ഞങ്ങളത് ആവശ്യപ്പെടുക, അതിൻ്റെ പിന്നിൽ പോവുക, എന്തെങ്കിലും ചെയ്തതായിട്ടുള്ള അറിവുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ പോവുക, അതിൻ്റെ പിന്നിലോ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടുള്ളതായിട്ട് ഞങ്ങൾ ആരെയും ശ്രദ്ധയില്ല. ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, എല്ലാത്തരം വർഗീയതയും എതിർക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. മണ്ഡലങ്ങളുടെ ഇപ്പോൾ രണ്ടാം ഘട്ടമായി പര്യടനം എന്ന് പറഞ്ഞു. ഇവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം, അത്യാവശ്യമായി ഈ പര്യടനത്തിൽ തോന്നിയ കാര്യം എന്താണ്? ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഇവിടെ എന്താണ്? ഇതിൽ ഇൻ ജനറൽ ആയിട്ടുള്ള കാര്യം താലൂക്ക് ആശുപത്രി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ആവശ്യം. എന്നുവെച്ചാൽ അതിൻ്റെ നടുവിലുള്ളൊരു സ്ഥാനമാണ്. പിന്നെ രണ്ടാമത് പ്രാദേശികമായിട്ടുള്ള സാധാരണങ്ങൾക്ക് കാര്യം ഒരു നല്ല ആശുപത്രി ഉണ്ടാവാൻ എന്തോരം ആളുകളെ ആശ്രയിച്ചിരുന്ന ആശുപത്രിയാണ്. ഇപ്പോൾ മാറി വിഡ്രോൾ ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളുണ്ട്. ഓരോ സ്ഥലത്തെ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമുണ്ട്. ആ ആവശ്യം നമ്മൾ പറയും. അതാണ് പുത്തൻവേലിക്കര എന്ന് പറഞ്ഞാൽ ഒന്നാമത് എടുക്കേണ്ടത് കുടിവെള്ളമാണ്. മനസ്സിലായില്ലേ? അങ്ങനെ അടുത്ത പഞ്ചായത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അത് അങ്ങനെ ഓരോ സ്ഥലത്തെയും പ്രധാനപ്പെട്ട ആവശ്യങ്ങളുണ്ട്. 7 പഞ്ചായത്തുകൾ ആവശ്യങ്ങളെടുത്തും മുമ്പോട്ട് പോകണം. ഇതാണ് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. മഴ വരുമ്പോഴേക്കും ഈ ഗോതുരുത്ത് പോലുള്ള സ്ഥലങ്ങളിലും മറ്റ് എല്ലാ പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കവും അതിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഒരു ജയിച്ചു വരികയാണെങ്കിൽ നടത്താൻ ഉദ്ദേശിക്കുന്നു? ഉറപ്പായിട്ടും അതൊരു നല്ലൊരു മാസ്റ്റർ പ്ലാൻ ഈ പറവൂരിന് വേണ്ടി ഉണ്ടാവണം. അതാണ് അപ്പോഴാണ് പഠിക്കുമ്പോഴാണ് നമുക്ക് ഓരോ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാവും. മഴ വരുന്നു, വെള്ളം കയറുന്നു. എന്തെന്നറിയോ, തോടുകൾ ഒന്ന് വെട്ടി വൃത്തിയാക്കാൻ തുടങ്ങിയതില്ല. ഇപ്പം ഞങ്ങൾ പ്രദേശത്ത് കയ്പമംഗലത്തുണ്ടായിരുന്ന ഇതേ പ്രശ്നമായിരുന്നു. 14 കിലോമീറ്റർ തോടാണ് ഞങ്ങൾ വെട്ടി മാറ്റിയത്. അത്
പെരുന്തോട് വലിയ തോട് പദ്ധതി എന്ന് പറയുന്നത് അത്തരം ജനകീയമായ വലിയ കൂട്ടായ്മയുടെ പദ്ധതിയാണ്. 25,000-ലേറെ ആളുകളുടെ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ച ഇതാണ്. ഇപ്പോൾ അവിടത്തുള്ള വേസ്റ്റ് ഒക്കെ മാറ്റി എല്ലാം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും എന്തായി, ഈ വെള്ളം തൊട്ടിലൊഴുകി കടലിലേക്ക് പോകാൻ ഈ കരകവിഞ്ഞൊഴുന്ന പ്രശ്നം മാറി. അങ്ങനെ മാറി എല്ലാ സ്ഥലത്തും. എനിക്ക് തോന്നുന്നു അവിടെ ഗോതുരത്ത് പ്രത്യേകിച്ചും മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി മാറ്റി ഓരോ സ്ഥലത്തും ചിലപ്പോൾ ചില സ്ഥലത്ത് ഒന്ന് ചിറ കെട്ടേണ്ടി വരും, ചില സ്ഥലത്ത് ചിലൊരു ഇത് പല തരത്തിലാണ് സ്വഭാവം. അതനുസരിച്ച് വൃത്തിയാക്കുന്ന ഒരു പരിപാടി ആദ്യമായിട്ടാണ് തന്നെ ഈ പ്രശ്നത്തിന് പരിഹാരമാകുന്നത്. എന്തായാലും നമ്മളത് നല്ല പഠനത്തിന് ശേഷം അത് പറയാൻ കഴിയുള്ളൂ, എവിടെയാണ് പ്രശ്നം, എങ്ങനെ അത് പരിഹരിക്കുന്നത്. നാട്ടുകാരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കൂടിച്ചേർന്നുള്ള ഒരു വികസനത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. എതിരാളി ശക്തനായ ഒരു പോരാളിയാണ്, കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രത്യേകിച്ച് നമുക്കറിയാം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടുന്ന ഒരാൾ കൂടിയാണ്. അത്തരത്തിലൊരു ഭയമുണ്ടോ മാസ്റ്റർക്ക്? എനിക്ക് ഇവിടെ വന്നതിന് ശേഷവും അതിന് മുമ്പും അത്തരം ഒരു ഭയവും ഉള്ള ആളാണ്. അതെ, അപ്പോൾ ഒരു മാഷ് വരും, മാറ്റം വരും, ഞങ്ങൾ അതിനെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ഒരു മാറ്റം വരട്ടെ. പറവൂർ നിയമസഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി BJPയുടെ വത്സല പ്രസന്നകുമാറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. വരും. അപ്പോൾ എങ്ങനെയുണ്ട്, പ്രതീക്ഷയുണ്ടോ? നല്ല പ്രതീക്ഷയുണ്ട്. നല്ല നല്ല പോസിറ്റീവ് എനർജി ഞങ്ങൾക്ക് ഇങ്ങോട്ട് വാരി ജനങ്ങളിൽ നിന്ന് കിട്ടുക. അത്ര സന്തോഷമുണ്ട്. ജനങ്ങൾ പ്രധാനമായും എന്തൊക്കെ ആവശ്യങ്ങളാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത് ഈ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ? പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ ജനങ്ങൾ മൊത്തം ജനങ്ങളുടെ സംസാരം കേട്ടാൽ ഇത് വികസനം ഇല്ല, ഇവിടെ മുരടിച്ച് കിടക്കുകയാണെന്നാണ് അവർ പറയണത്. ഞങ്ങൾ പറഞ്ഞുണ്ടാക്കിയതല്ല, സോഷ്യൽ മീഡിയയിൽ മുഴുവനും വരുന്നുണ്ട് അത്, വികസനം മുരടിപ്പെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞങ്ങളായിട്ട് ഉണ്ടാക്കിയതല്ല. പക്ഷെ അതിനൊരു മാറ്റം വേണമെന്നാണ് അവരാവശ്യപ്പെടുന്നത്. മാറ്റത്തിന് ഞങ്ങൾ തയ്യാറാണ്. അപ്പം ഞങ്ങൾക്കറിയാം NDA സർക്കാരിൻ്റെ ഒരു ഭരണത്തിന് കീഴിൽ ഞങ്ങൾക്ക് അതിന് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന വിശ്വാസമുണ്ട്. അപ്പോൾ അതിനുള്ളൊരു അവസരം കിട്ടണം. അതേ ഞങ്ങൾ ജനങ്ങളോട് ചോദിക്കണുള്ളൂ. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പഴയ പറവൂർ തന്നെ ഇപ്പോഴും 25 കൊല്ലം മുമ്പ് കണ്ട പറവൂരിനൊരു മാറ്റമില്ലയെന്ന് പൊതുജനം പറയണു. ഞങ്ങൾക്കത് നിഷേധിക്കാൻ കഴിയില്ല. മാറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ മാറ്റം കാണിച്ചു കൊടുക്കേണ്ടി വരും. അത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും അത് സമ്മതിച്ചു. അപ്പോൾ NDA ഇപ്പോൾ ആയുഷ്മാൻ പദ്ധതി ഒരു ഉദാഹരണം, ചെറിയ ആയുഷ്മാൻ പദ്ധതി 5 ലക്ഷം രൂപ, ഒരു 70 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് 5 ലക്ഷം രൂപ സൗജന്യ ഇൻഷുറൻസ് ആണ്. ആ ഇൻഷുറൻസ് സെൻട്രൽ ഗവൺമെൻറ് 60% കൊടുക്കും, 40% സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കണം. ആ 40% കൊടുക്കാത്തത് കൊണ്ട് മാത്രം കേരളത്തിൽ അത് നടപ്പിലാക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങളൊക്കെ കാർഡ് മേടിച്ച് വെച്ചു. നമ്മൾ ഈ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളുടെ ഇൻഷുറൻസ് എടുത്താൽ നമുക്ക് അവർ മര്യാദയ്ക്ക് തരികയില്ല. അവരെന്തെങ്കിലും കാരണം പറഞ്ഞ് തട്ടിക്കളയും. ഒരു രോഗം വന്നാൽ ഒരു സാധാരണക്കാരന് ആശുപത്രിയിൽ പോയാൽ അറിയാലോ, സ്കാനിങ്ങും അതും ഇതും രോഗം എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ രൂപ എത്രയാണ്, ധാരാളം പൈസയും ആവേണ്ടി വരുന്നു. 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ്. അത് ചെയ്തിട്ടില്ല സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വിഹിതം കൊടുക്കാത്തത് കൊണ്ട് അത് പെൻഡിങ് ആണ്, നടക്കണില്ല. ഇനി ഒരുപാട് ഹോസ്പിറ്റലുകളുണ്ട് ലിസ്റ്റിൽ. പക്ഷേ പ്രതിപക്ഷം അത് കൈകാര്യം ചെയ്യണോ? ഈ ഭരണപക്ഷത്തിൻ്റെ കെടുതികൾ പ്രതിപക്ഷമാണ് എടുത്ത് ചൂണ്ടിക്കാണിച്ച് ജനങ്ങളെ കാണിച്ചു കൊടുക്കേണ്ടത്. ഇവിടുത്തെ പ്രതിപക്ഷം അത് മിണ്ടണില്ല. അവർക്ക് ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഒരു ഐക്യമാണെന്നാണോ NDA പറയുന്നത്? ഭരണപക്ഷം ചെയ്യുന്ന ഇങ്ങനെയുള്ള തെറ്റുകൾക്ക് പ്രതിപക്ഷം മിണ്ടുന്നില്ല. അവർക്ക് ദേഹത്ത് തട്ടുന്ന വലുതുണ്ടെങ്കിൽ അവർ മിണ്ടുമായിരിക്കും. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ രണ്ടുപേരും ഒന്നാണ്. എന്ന് വെച്ചാൽ തമസ്കരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഒരുപാട് പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. അതൊന്നും അവർ പുറത്ത് കാണിക്കാതെ കാര്യങ്ങളൊക്കെ അവർ ഉപയോഗിക്കും. പ്രധാനമന്ത്രിയുടെ വികസന പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാണോ NDA പ്രചരണം നടത്തുന്നത്? NDA ഞങ്ങൾ ഈ വികസിത പറവൂർ ഞങ്ങളുടെ ആശയം, വികസിത കേരളം എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അതെല്ലാവർക്കും അനുഭവമുള്ളതാണ്. എൻ്റെ മോളൊരു ഞാൻ അവിടുന്ന് പോരുമ്പോൾ മോള് വീട്ടിലുണ്ട്, തിരിച്ചു വന്നപ്പോൾ പറഞ്ഞാൽ തിരുവനന്തപുരത്ത് എത്തിയെന്ന്. പെട്ടെന്ന് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നില്ല. വന്ദേ ഭാരതിന് പോയി, അവളൊരു അത്യാവശ്യത്തിന് തിരുവനന്തപുരത്ത് പോയി, ഞാൻ വന്നപ്പോഴേക്കും പോയി അവിടെ എത്തിയെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും വന്ദേ ഭാരതൊക്കെ ധാരാളം ഗുണം ചെയ്തിട്ടുണ്ട് സാധാരണ ഗുണഫലങ്ങൾ. ആ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യണമെങ്കിൽ ഗ്യാരണ്ടി ഇല്ലാതെ ലോൺ കിട്ടുന്നുണ്ട്. അത്രയും ലോണൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു കാര്യമല്ലേ? അത് പതുക്കെ വീട്ടിൽ കൊടുത്താൽ മതി. പ്രധാന നേതാക്കളൊക്കെ അതായത് കേന്ദ്രത്തിൽ നിന്ന് മോഡി അടക്കമുള്ള അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ എത്തിയത് ഗുണം ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണഫലങ്ങളെക്കുറിച്ച്
പുറത്ത് പറയാതെ ഇവിടെ അതിനെ തമസ്കരിച്ചുകൊണ്ടാണ് രണ്ട് LDF ആണെങ്കിലും UDF. ഞാൻ UDFിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു 25 വർഷം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സ്ഥാനങ്ങൾ കിട്ടി. ഏത് സ്ഥാനം കിട്ടുമ്പോഴും ആ സ്ഥാനത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണമല്ലോ. അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ 2 വട്ടം ചെയർമാനായെങ്കിൽ രാവും പകൽ ഉറക്കമില്ലാതെ ഓടിയിട്ടുണ്ട്. അതേപോലെ KPCC കിട്ടിയാൽ അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമ്മൾ പോവും. ഈ കേരളം ഒട്ടാകെ പോവും. AICC കിട്ടിയപ്പോൾ ഡൽഹിക്ക് പോകും. ഇതൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് പണം ചെലവാക്കിയാണ് പോയിട്ടുള്ളത്. ഒരു KPCC നിന്ന് BJPയിലേക്ക് വരുമ്പോൾ ഒരു മാറ്റം എങ്ങനെയാണ്? അതായത് അവിടെ കിട്ടിയ ഒരു ഊഷ്മള അല്ലെങ്കിൽ അവിടെ കിട്ടാതെ പോയ ഒരു അംഗീകാരം BJPയിൽ NDAയിൽ കിടന്നുണ്ടോ? എനിക്ക് കോൺഗ്രസ്സിൽ കിട്ടാതെ പോയ അംഗീകാരം മുഴുവനും ഇവിടെ വന്നപ്പോൾ എനിക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഭയങ്കര എനിക്ക് വല്ലാത്തൊരു സ്വപ്ന ലോകത്ത് വന്ന് പെട്ട പോലെ തോന്നി. അവർ എന്നെ അത്ര കാര്യമായിട്ട് സുരക്ഷിതമായിട്ട് വിചാരിച്ച് എന്നെ കൊണ്ടടക്കുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ എല്ലാ ആശംസകളും നേരുകയാണ്. കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. പറവൂർ UDF നിലനിർത്തുമോ? LDF പറവൂരിൽ തിരിച്ചു വരുമോ? ഒപ്പം NDA പറവൂരിൽ നില മെച്ചപ്പെടുത്തുമോ എന്ന് കാത്തിരുന്ന് കാണാം. ജീവൻ ജനഹിതം പറവൂർ നിയമസഭാ മണ്ഡലത്തിലെ ജനഹിതം ആരാഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത മണ്ഡലവുമായി നാളെ വീണ്ടും ഇതേ സമയം. നന്ദി, നമസ്കാരം.